അഞ്ജലി, നീ അവിടെ അടുക്കളയിൽ പോയി പണിയെടുക്കാനായിട്ട് നോക്ക്. നിന്നോട് അടുക്കളക്കാര്യം നോക്കണമെന്ന് രാഘവൻ ചേട്ടൻ പറഞ്ഞിട്ട് പോയത്. രാഘവന്റെ മുഖത്തേറ്റ അടി പോലെയാണ് ആ ഒരു സമയം അയാൾക്ക് അത് ഫീൽ ചെയ്യുന്നത് കേട്ടോ. എത്ര ദിവസം നമ്മുടെ അർജുൻ ഇങ്ങനെ സോഫ സെറ്റിൽ പോയി കിടക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റുകറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോയിലേക്ക് സ്വാഗതം കേട്ടോ. നല്ലൊരു പ്രൊമോയാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മൾ കുറച്ചധികം ദിവസങ്ങളായിട്ട് ഇങ്ങനെയുള്ള സീനുകൾക്ക് വേണ്ടിയിട്ടാണ് കാത്തിരുന്നത്. അല്ലാതെ കരഞ്ഞ് ഒരു മൂലയ്ക്ക് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന അഞ്ജലിയെ അല്ല നമ്മൾ ആരും കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം, ഒരു തുടക്കം ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വലിയ മല പോലെ വന്ന അനുപമയെ വെറും എലി പോലെ ആക്കി കളഞ്ഞു നമ്മുടെ അഞ്ജലി കേട്ടോ. അപ്പോൾ അഞ്ജലീനെ നൈസായിട്ട് അങ്ങോട്ട് അടിച്ചൊതുക്കി എങ്ങനെയെങ്കിലും ഈ ശംഖചക്രത്തിൽ നിന്ന് പുറത്താക്കാം എന്ന് വിചാരിച്ചാണ് അനുപമ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം, ഇന്ന് നമ്മുടെ പത്മക്കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട്, നമ്മുടെ പപ്പിക്കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് അമ്പാടി പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് പത്മയോട് കാര്യങ്ങൾ പറഞ്ഞു. പത്മ ഒരുപാട് നിർബന്ധിച്ച ശേഷമാണ് കേട്ടോ അമ്പാടി കാര്യങ്ങളെല്ലാം പറഞ്ഞത്. പത്മയോട് ഇങ്ങനെ പറയാതിരിക്കുകയായിരുന്നു ഈ ഒരു കാര്യങ്ങളൊക്കെ. പക്ഷേ ഞാൻ ആ ഒരു സമയത്ത് ആലോചിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തിനാണിത് പത്മയോട് പറയാതിരിക്കുന്നത്? പത്മ ഇന്ന് പറഞ്ഞില്ലെങ്കിൽ നാളെ ഇത് അറിയും. അതറിഞ്ഞത് കൊണ്ട് എന്താണ് പ്രശ്നം എന്നാണ് ഞാൻ ആ ഒരു സമയത്ത് ആലോചിച്ചത്. അമ്പാടി എല്ലാ കാര്യങ്ങളും പത്മയോട് തുറന്ന് പറയാറുണ്ട്. ഈ ഒരു കാര്യം പറഞ്ഞാലേ പറ്റത്തുള്ളൂ. അർജുനും അഞ്ജലിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അർജുൻ അഞ്ജലിയുടെ കഴുത്തിൽ താലി കെട്ടേണ്ടി വന്നു. അപ്പോൾ ഒരുപാട് നിർബന്ധിച്ച ശേഷമാണ് നമ്മുടെ പപ്പിക്കുട്ടിയോട് ഈ അമ്പാടി കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ അത് മാത്രമല്ല, കുറച്ച് വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ കൂടി ഉണ്ട്. അതായത് അഞ്ജലി ഇനി പത്മ കേസിൽ വരാൻ ചാൻസ് വളരെ കുറവാണ് എന്ന് നമ്മുടെ അമ്പാടി നമ്മുടെ പത്മയോട് പറഞ്ഞു. ഈ ഒരു സംഭവം കേട്ടപ്പോൾ ഒരുപാട് വിഷമായി കേട്ടോ നമ്മുടെ പത്മയ്ക്ക്. അപ്പോൾ ഈ കേസിലേക്ക് പത്മ വരാൻ തന്നെ കാരണം നമ്മുടെ അഞ്ജലിയാണ് കേട്ടോ. അപ്പോൾ ഈ ഇത്രയും ഒരു അവസാന സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് നമ്മുടെ അഞ്ജലി ഈ ഒരു കേസിൽ നിന്ന് പിന്മാറും എന്ന് കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു വിഷമാവസ്ഥയിലാണ് നമ്മുടെ പത്മക്കുട്ടി ഉള്ളത് കേട്ടോ. പക്ഷേ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അതിനുള്ള സൂചനകൾ ഇന്ന് വന്ന പ്രൊമോയിലുണ്ടായിരുന്നു താനും. അങ്ങനെ 2-3 ദിവസം കൂടി ആ മഠത്തിൽ നമ്മുടെ പത്മയ്ക്ക് നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്ന് ആ ഒരു സിസ്റ്റർ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 2-3 ദിവസത്തിനുള്ളിൽ അമ്പാടി അല്ലെങ്കിൽ അർജുനും അഞ്ജലിയും കൂടെ ചെന്നിട്ട് മിക്കവാറും ആ പത്മേനെ അവിടുന്ന് കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരിക്കും കേട്ടോ. ഇതിന് ശേഷം ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് ഉണ്ടായിരുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ അഞ്ജലി കുട്ടിയും അനുപമയും തമ്മിൽ കൊമ്പ് കൊടുത്ത ആ ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ അഞ്ജലി നമ്മുടെ ആര്യക്കുട്ടിയുടെ ഫോൺ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സമയത്ത് ഇത് പത്മയായി ബന്ധപ്പെട്ട കാര്യമാണ് സംസാരിച്ചത്. അപ്പോൾ ആര്യ പറയുന്നുണ്ട്, മോളെ നീ അവിടെ ചെന്നു എന്നുള്ളത് സത്യമാണ്, നീ ശംഖചക്രത്തിൽ ആണ് എന്നുള്ളത് സത്യമാണ്. പക്ഷെ നമ്മുടെ കുട്ടി പത്മയുടെ കാര്യം നീ മറക്കല്ലേ മോളെ, നീ അങ്ങനെ ചെയ്യില്ല, നീ അവളെ നോക്കിക്കോളൂന്ന് അറിയാം, അവളുടെ കേസ് നീ മറന്നു പോകരുത്. പക്ഷെ അതിനൊപ്പം തന്നെ നിൻ്റെ ലൈഫും നീ വിട്ടുകളയരുത്, നിനക്കൊരു കുടുംബം ഇപ്പോൾ ആയിട്ടുണ്ട്, അത് നീ വിട്ടുകളയരുത് മോളെ എന്നൊക്കെ പറയുന്നുണ്ട് ആര്യ. അപ്പോൾ ഈ ഒരു കാര്യം സംസാരിച്ച് ഇരിക്കുന്നതിനിടയിൽ ഈ സംഭവം അനുപമ കാണുകയും, അപ്പോൾ അനുപമയ്ക്കാകെ അങ്ങോട്ട് ഉറഞ്ഞു തുള്ളി നിൽക്കുകയാണ് കേട്ടോ ഇത് സംഭവം കണ്ടിട്ട്. അങ്ങനെ വന്നിട്ടാണ് അഞ്ജലിയെ ചെറുതാക്കാമെന്ന രീതിയിൽ പറഞ്ഞ്, നിനക്ക് നാണമില്ലാതെ ഇവിടെ വന്ന് കയറിയിരിക്കുകയാണ്, രാഘവനെങ്കിലും അതായത് നമ്മുടെ അർജുനും കൂടെ കൂടിയിട്ട് നിന്നെ ചതിച്ച് നിന്നെ വലയിലാക്കി ഇവിടെ എത്തിച്ചാണ്, എന്നിട്ട് നീ നാണമില്ലാതെ ഇവിടെ നിൽക്കുകയാണ്, നിനക്ക് എന്തൊരു തൊലിക്കെട്ടിയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് അഞ്ജലിനെ ചെറുതാക്കാൻ വേണ്ടി അനുപമ ഇന്ന് എപ്പിസോഡിൽ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് അഞ്ജലിയുടെ ഒരു തിരിച്ചുവരവിനുള്ളൊരു തിരി സത്യത്തിൽ കൊളുത്തിയിട്ടുള്ളത് അനുപമയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അനുപമ അങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പഴയ അഞ്ജലിയിലേക്ക് നമ്മുടെ അഞ്ജലിക്കുട്ടി തിരിച്ചു പോയിരിക്കുകയാണ്, അഡ്വക്കേറ്റ് അഞ്ജലിയിലേക്ക്. അങ്ങനെയാണ് അഞ്ജലി പറയുന്നത്, നിനക്കാണ് നാണമില്ലാത്തത്, നിൻ്റെ ഭർത്താവ് നിന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ടും എന്നെ സ്വീകരിക്കണേ എന്ന് പറഞ്ഞ് ഒരു എന്താ പറയുക, വെറുതെ നാണമില്ലാതെ നടക്കുന്ന നിൻ്റെ അത്രയും തൊലിക്കെട്ടിയുടെ പ്രശ്നമൊന്നും എനിക്കില്ല, നിനക്കാണ് ഇവിടെ ഏറ്റവും വലിയ തൊലിക്കെട്ടിയില്ലാത്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുപമയ്ക്കാണെങ്കിൽ ഞങ്ങൾക്ക് കുരുപൊട്ടിപ്പോവും. അതായത് വലിയ കാര്യത്തിന് നമ്മുടെ അഞ്ജലിനെ നാണം കെടുത്താം എന്ന് വിചാരിച്ച പുള്ളിക്കാരി വന്ന കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം പറയുന്നത് കൂടിയിട്ട് അനുപമയുടെ സകല കൺട്രോളും പോകും. അങ്ങനെ അഞ്ജലിനെ അടിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അഞ്ജലി, നീ എൻ്റെ മേത്ത് നീ തൊട്ടു പോകരുത് എന്ന് പറയുന്ന ഒരു സീനോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീർന്നത്. എന്താണെങ്കിലും നല്ലൊരു എപ്പിസോഡാണ് ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് വേറൊന്നുമല്ല, അഞ്ജലിക്ക് ആ പഴയ അഞ്ജലിയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. നമുക്ക് കുറച്ചധികം ദിവസങ്ങളായിട്ട് ഈ കരഞ്ഞിരിക്കുന്ന അഞ്ജലിനെ ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. എന്താണെങ്കിലും ഇന്ന് വന്ന പ്രൊമോയിൽ
നമ്മുടെ ആ ഒരു വിഷമങ്ങൾക്കും സങ്കടങ്ങൾക്കും ഒരു പരിഹാരം ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്ന പ്രൊമോയിൽ ആദ്യം കാണുന്ന സീൻ എന്ന് പറയുന്നത് ഒറ്റ സീനേ ഉള്ളൂ കേട്ടോ. ഇന്ന് വന്ന പ്രൊമോ ഒറ്റ ഒരു ഇൻസിഡൻറ്റേ ഉള്ളൂ, പക്ഷേ വളരെ ശക്തമായൊരു പ്രൊമോ എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇന്ന് വന്ന പ്രൊമോയിൽ നമ്മൾ ആദ്യം കാണുന്ന സീൻ എന്ന് പറയുന്നത് രാഘവൻ കാറിൽ വന്ന് ഇറങ്ങുന്നു, അതായത് അയാളുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഇറങ്ങുന്നു. അതുപോലെ തന്നെ നന്ദിനി ഇന്ദു എല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവരെല്ലാം വന്നിറങ്ങുന്ന ഒരു സമയത്താണ് അഞ്ജലിയും അനുപമയും തമ്മിൽ ഈ കൊമ്പ് കോർക്കൽ നടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നതെന്ന് ചോദിച്ച് നന്ദിനി വരും. അപ്പോൾ അനുപമയുടെ കാര്യം പറഞ്ഞു, ഇവളോട് ഞാൻ പറഞ്ഞു ഇവളെന്നെ അടിക്കാൻ വന്ന് അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയൊക്കെ പറയുമായിരിക്കും. അപ്പോൾ നന്ദിനി ചോദിക്കും, നിന്നോട് എന്താണ് പറഞ്ഞത് അഞ്ജലി? നീ അവിടെ അടുക്കളയിൽ പോയി പണിയെടുക്കാനായിട്ട് നോക്ക്. നിന്നോട് അടുക്കളക്കാര്യം നോക്കണമെന്ന് രാഘവൻ ചേട്ടൻ പറഞ്ഞിട്ട് പോയതല്ലേ. നിൻ്റെ ജോലി ഇനി അടുക്കളയിലാണ്. നീ അഡ്വക്കേറ്റ് അഞ്ജലി എന്നുള്ള പേരങ്ങടെ മാറ്റി വെച്ചത്. നീ വെറും ഒരു അഞ്ജലി, ഈ വീട്ടിലൊരു വേലക്കാരിയുടെ സ്ഥാനം മാത്രമേ നിനക്കുള്ളൂ മോളെ. അങ്ങനെ പറയുമ്പോഴത്തേനും അഞ്ജലി വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അഞ്ജലി പറയുന്നുണ്ട്, ഞാനിവിടെ ശംഖചക്രത്തിൽ വന്നു കയറി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അടിച്ചിരുത്താമെന്നൊരു ആളും വ്യാമോഹിക്കേണ്ട. അഡ്വക്കേറ്റ് അഞ്ജലിയാണ് ഞാൻ എൻ്റെ പണി വൃത്തിയായിട്ട് ചെയ്യുക തന്നെ ചെയ്യും. ഇവിടെ വേലക്കാരിയാകാൻ കയറി വന്നതല്ല ഞാനിവിടെ വന്ന് കയറി എന്നുള്ളത് സത്യ. പക്ഷെ അങ്ങനെ എന്തെങ്കിലും വ്യാമോഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു വെള്ളം അങ്ങോട്ട് മാറ്റി വെച്ചേരെ കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും കൂടിയാണ് ഞാനീ പറയുന്നത്. ആ ഒരു സമയം അഞ്ജലി ഈ ഒരു പറയുന്നൊരു കാര്യം കേട്ടുകൊണ്ട് രാഘവനും അവിടെ നിൽപ്പുണ്ട്. രാഘവൻ്റെ മുഖത്തേറ്റ അടി പോലെയാണ് ആ ഒരു സമയം അയാൾക്കത് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അഞ്ജലി പറയുന്നുണ്ട്, അങ്ങനെ ഒരു വ്യാമോഹം ആർക്കുണ്ടെങ്കിലും ആ ഒരു സംഭവം മാറ്റി വെച്ചേരെ. ഞാനിവിടെ വന്ന് കയറിയെന്ന് പറഞ്ഞ് എൻ്റെ പണി ചെയ്യാതിരിക്കില്ല. ഞാനിവിടെ അടുക്കളപ്പണിക്ക് വന്നതല്ല കേട്ടോ. അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ ശേഷം രാഘവനും ഒന്നും മിണ്ടാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സീനാണ് കാണുന്നത് കേട്ടോ. പക്ഷേ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, പക്ഷേ ഒരു സീനും കൂടെ പ്രൊമോയിൽ ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ഓർത്ത്. അതായത് അവസാനം കാണുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ അർജുൻ അഞ്ജലിയുടെ മുറിയിലേക്ക് വരികയാണ് തലവണ്ണയൊക്കെ ആയിട്ട്. പാവത്തിന് അവിടെ മുറിയിൽ കയറ്റി കിടത്താൻ സമ്മതിക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്താണെങ്കിലും നാളെ അറിയാം. അർജുനോടുള്ള ആ ദേഷ്യമൊക്കെ കുറച്ചെങ്കിലും അഞ്ജലിക്ക് കുറഞ്ഞോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നാളെ അറിയാം കേട്ടോ. പാവം ഒരുപാട് പ്രതീക്ഷയോടുകൂടി തലവണ്ണയായിട്ട് അകത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. എത്ര ദിവസം നമ്മുടെ അർജുൻ ഇങ്ങനെ സോഫ സെറ്റിൽ പോയി കിടക്കും. അപ്പോൾ എന്താണെങ്കിലും അർജുൻ ആ തലവണ്ണയൊക്കെ ആയിട്ട് കയറി വരുന്ന സീനും കൂടി ഇന്ന് വന്ന പ്രൊമോയിലുണ്ട് കേട്ടോ. അപ്പോൾ നാളത്തെ എപ്പിസോഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും, കാത്തിരിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി. ടേക്ക് കെയർ, ബൈ ബൈ. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വലിയ ഉപകാരമായിരിക്കും കേട്ടോ. നമ്മുടെ ചാനലിൽ കാണുന്നവരിൽ ഒരു പകുതി ആളുകൾ പോലും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനലിന് വലിയൊരു സപ്പോർട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി. ടേക്ക് കെയർ, ബൈ ബൈ.